ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റു മരിച്ച നിലയിൽ. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന തോട്ടക്കരയിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തോട്ടക്കരയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് വെട്ടേറ്റു മരിച്ചത്. വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. സംഭവത്തിൽ ഒളിവിൽ പോയ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി റാഫിയെ പൊന്നാനി പോലീസ് പിടികൂടി. കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. ചെറുപ്പളശ്ശേരി റോഡിലെ വീട്ടിൽ പുലർച്ചെ 12-ന് ശേഷമാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. വെട്ടേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്ത് എന്ന യുവതിയെയാണ് നാട്ടുകാർ കാണുന്നത്. യുവതി നൽകിയ വിവരപ്രകാരം അന്വേഷിച്ച ഘട്ടത്തിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തുമ്പോൾ ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഓടി സമീപത്തെ പള്ളി ഖബർസ്ഥാനിലേക്ക് കയറി. പിന്നാലെ എത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. വെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. ഞമ്മളെ വന്ന് നോക്കണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിനൊരു സ്ത്രീ കൂടി പോയിട്ടുണ്ടോ എന്ന്. എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്ന കണ്ടു. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ കുഞ്ഞെ കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ആ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് പൊന്തിച്ച് നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. കുട്ടിയുടെ കർഷത്ത് നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി. തിരിച്ച് പോലീസിനടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസും ഞങ്ങളൊക്കെ പാടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഉമ്മയെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആളുകൾ ഇവിടെ, ഇത് പ്രായമായിട്ടുള്ള 2 ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിൻ്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 years old approximately. ഈ ചാനൽ ഒറ്റപ്പാലം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. പേയ്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ EMI ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.